ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകവും പുതിയ നിയമത്തിലെ മത്തായി എഴുതിയ സുവിശേഷവും വിശുദ്ധ ബൈബിളിലെ താക്കോൽ പുസ്തകമായാണ് അറിയപ്പെടുന്നത്. ക്രിസ്തു ആരാകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്ന അനേക ഉപമകൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ മത്തായി എന്ന എഴുത്തുകാരൻ. ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ദൈവമായി മാനവരാശിയുടെ സകല പ്രശ്നങ്ങൾക്കും കാരണമായ പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വന്ന രക്ഷകനായി കാട്ടിത്തരികയാണ് ഈ പുസ്തകത്തിൽ. ലോകരക്ഷകനായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഉപമകളാണ് 16-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിൽ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വാക്യം നാം ധ്യാനിക്കുമ്പോൾ എന്താണ് ക്രൂശ് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിലനിന്നിരുന്ന ഏറ്റവും ഹീനകരവും വേദനാജനകവുമായ ശിക്ഷാവിധിയാണ് ക്രൂശ് മരണം എന്നത്. ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്ത കുറ്റവാളികളെ അവർ ചെയ്ത പാപത്തിൻ്റെ കാഠിന്യമനുസരിച്ച് വേദന അനുഭവിച്ച് മരിപ്പിക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് ആ കാലത്ത് നിലനിന്നിരുന്ന ക്രൂശ് മരണം. അത്രമാത്രം വേദനാജനകമായ ഒരു മരണത്തിലേക്കാണ് ക്രിസ്തു നടന്നു നീങ്ങുന്നതെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. 24-ാം വാക്യത്തിൻ്റെ തൊട്ടു മുകളിലുള്ള 22-23 വാക്യങ്ങളിൽ ശിഷ്യന്മാരോട് കർത്താവ് ഈ കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നു: കർത്താവെ, അരുത്, അങ്ങനെ നിനക്ക് ഭവിക്കരുതേ. അപ്പോൾ കർത്താവ് പത്രോസിനെ, സാത്താനെ, എന്നെ വിട്ടു പോ എന്നാണ് പറയുന്നത്. കോപിച്ചിട്ട് സാത്താനെ എന്നാണ് പത്രോസിനെ കർത്താവ് വിളിക്കുന്നത്. തൻ്റെ മരണത്തെപ്പറ്റി കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ മശിഹായെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ റോമാ സാമ്രാജ്യത്തോട് പടപൊരുതി ജയിക്കുന്ന ഒരു രക്ഷകനായാണ് അവർ മശിഹായെ കണ്ടിരുന്നത്. അവരുടെ സങ്കല്പങ്ങളെ എല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു വാക്യമാണ് കർത്താവ് ഈ ഉപമയിൽ പറയുന്നത്. പിന്നീട് താഴോട്ടുള്ള 25 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവനെ പറ്റിയും ആ ജീവനെ നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയും പറയുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന്. കർത്താവ് തൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും പറ്റിയാണ് പ്രസ്താവിക്കുന്നതെന്ന് ശിഷ്യന്മാർ അറിയുന്നില്ല. നാം വഹിക്കേണ്ടത് നമ്മുടെ ക്രൂശ് തന്നെയാണ്. ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നു നീങ്ങുന്ന അരുമനാഥൻ കർത്താവ് തന്നെ ഈ മാതൃക നമുക്ക് കാട്ടിത്തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കനലിൻ്റെ അനുഭവങ്ങളാണ് ക്രൂശ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള സഞ്ചാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ക്രിസ്തുവിൻ്റെ സഹസഞ്ചാരികളാണ് നാം ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ പൂർവികരൊക്കെ ഈ ക്രൂശ് വഹിച്ചവരായിരുന്നു. അവർ അനുഭവിച്ച ക്രൂശിൻ്റെ അനുഭവങ്ങളൊന്നും നാം ഇന്ന് അനുഭവിക്കുന്നില്ല. ലോകത്തിൻ്റെ രക്ഷാ പദ്ധതിയാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം. ഇന്നുള്ള ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകളെന്ന് പറയുന്നത് ക്രൂശിനെ വഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ കൊണ്ടാണ്. പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയുടെ അനുഭവം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ക്രൂശിനെയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്.
ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവിനോട് ചേർന്ന് അവൻ്റെ ക്രൂശിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ, അവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി അത് നമ്മുടെ ഭവനങ്ങളിലും മാനവരാശിയുടെ രക്ഷയുടെ മുദ്രയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനായി ഒരുക്കമുള്ളവരായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ ചിന്ത ഇവിടെ അവസാനിക്കുന്നു.